സൂപ്പർ സ്റ്റാർ വിജയും താരത്തിന്റെ പാർട്ടിയായ തമിഴക വെട്രിക്കഴകം എന്ന TVKയും മുഖ്യ ശത്രുവായി കാണുന്ന രണ്ട് കൂട്ടരാണുള്ളത്. ഒന്ന് തമിഴ്നാട്ടിൽ ഭരണത്തിലിരിക്കുന്ന ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന DMKയും മറ്റൊന്ന് രാജ്യം ഭരിക്കുന്ന BJPയുമാണ്. ആദ്യം DMK വെല്ലുവിളികൾ മറികടന്ന് തമിഴ്നാട്ടിൽ പച്ചപിടിക്കുക, പിന്നീട് കേന്ദ്രത്തിൽ ഒരു കൈ നോക്കുക എന്നാണ് വിജയുടെ ലൈൻ. എന്നാൽ വിജയെ ഒപ്പം നിർത്താനുള്ള നീക്കമാണ് BJP നടത്തുന്നത്. തമിഴ്നാട്ടിൽ ഒറ്റയ്ക്ക് നിന്നാൽ ക്ലച്ച് പിടിക്കില്ല എന്ന ബോധ്യമുള്ള BJPക്ക് പറ്റിയ ഓപ്ഷനാണ് വിജയും വിജയുടെ TVKയും. എന്തായാലും വിജയെ ഒന്ന് തണുപ്പിക്കാൻ ഒന്നാന്തര സമ്മാനം നൽകിയിരിക്കുകയാണ് മോദി സർക്കാർ. മറ്റൊന്നുമല്ല, കേന്ദ്ര സർക്കാർ വക VVIP സെക്യൂരിറ്റിയാണ് വിജയ്ക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി അടക്കമുള്ളവർക്ക് നൽകുന്ന സുരക്ഷാ ചുമതലയിൽ നിന്നും ഒരു പടി ഇറങ്ങി Y കാറ്റഗറി സുരക്ഷയാണ് വിജയ്ക്ക് കേന്ദ്ര സർക്കാർ ഒരുക്കിയിരിക്കുന്നത്. 2 കമാൻഡർമാർ ഉൾപ്പെടെയുള്ള 11 CRPF ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സംഘത്തിനാണ് സുരക്ഷാ ചുമതലയുള്ളത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെതാണ് തീരുമാനം. വിജയുടെ വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ പ്രാധാന്യം അടിസ്ഥാനമാക്കിയാണ് Y കാറ്റഗറി സുരക്ഷ നൽകിയിരിക്കുന്നത് എന്നാണ് BJP സർക്കാരിന്റെ ന്യായം. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഔദ്യോഗികമായി ഈ സുരക്ഷാ ക്രമീകരണത്തിനായി ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിനുള്ളിൽ 8 മുതൽ 11 വരെ CRPF ഉദ്യോഗസ്ഥരുടെയും സായുധ ഗാർഡുകളുടെയും ഒരു സംഘം വിജയ്ക്ക് സംരക്ഷണം നൽകുമെന്നും ഉറപ്പാക്കുന്നു. അതിനിടെ വിജയുടെ ചെന്നൈയിൽ നടക്കാനിരിക്കുന്ന റോഡ് ഷോയിൽ അദ്ദേഹത്തെ തല്ലുമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് ചിലർ അടുത്തിടെ Xൽ പോസ്റ്റുകൾ പങ്കുവച്ചിരുന്നു. തുടർന്നാണ് സുരക്ഷ വർദ്ധിപ്പിച്ചതെന്നും പറയുന്നുണ്ട്. ഇതിന്റെ ആദ്യപടിയായി മക്കൾ നീതി മയം നേതാവ് കമൽഹാസനുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ. കമലിന്റെ വീട്ടിൽ 1 മണിക്കൂറോളം നീണ്ട കൂടിക്കാഴ്ചയിൽ തമിഴ്നാട് രാഷ്ട്രീയവും ദേശീയ രാഷ്ട്രീയവും സാംസ്കാരിക കാര്യങ്ങളും ചർച്ചാ വിഷയമായതായി ഉദയനിധി വ്യക്തമാക്കുന്നുണ്ട്. പ്രിയ സഹോദരൻ ഉദയനിധിയുമായ കൂടിക്കാഴ്ച അവിസ്മരണീയമായിരുന്നു എന്നാണ് കമൽഹാസൻ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം കമൽഹാസനെ രാജ്യസഭയിലേക്ക് അയക്കാൻ DMK മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ നിർദ്ദേശപ്രകാരം DMK നേതാവും മന്ത്രിയുമായ PK ശേഖർ ബാബു നടനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ജൂലൈയിൽ ഒഴിവുവരുന്ന 6 സീറ്റുകളിൽ 1 നൽകാനാണ് DMKയുടെ തീരുമാനം. 6 എണ്ണത്തിൽ കുറഞ്ഞത് 4 സീറ്റെങ്കിലും അനായാസം വിജയിക്കാൻ DMKക്ക് കഴിയും. 5 രാജ്യസഭാ സീറ്റ് വരെ സ്വന്തമാക്കാൻ കഴിയുമെന്നാണ് DMK കണക്ക് കൂട്ടുന്നത്. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി DMK സഖ്യത്തിലെത്തിയ കമൽഹാസന് രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്തുവെന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് നൽകുന്ന പിന്തുണയ്ക്ക് പകരമായി കമൽഹാസന് രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്തിരുന്നു. നേരത്തെ CPMന്റെ സിറ്റിംഗ് സീറ്റായ കോയമ്പത്തൂരിൽ മത്സരിക്കുമെന്നും പ്രഖ്യാപിച്ച കമൽഹാസൻ DMKയുമായി സഖ്യം പ്രഖ്യാപിച്ചതിന് പിന്നാലെ മത്സരത്തിൽ നിന്നും പിൻവാങ്ങിയിരുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയെ തോൽപ്പിക്കാൻ ഇതിലൂടെ DMKക്ക് സാധിക്കുകയും ചെയ്തു. ഇതിനു പകരമായാണ് രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്തത്. കേന്ദ്ര സർക്കാരിനോട് സന്ധിയില്ലാതെ പോരാടുന്ന കമൽഹാസന്റെ സാന്നിധ്യം ഏറെ ഗുണം ചെയ്യുമെന്നാണ് DMK കണക്ക് കൂട്ടുന്നത്. ഇതിനു പുറമെ വിജയെ കൂടി ലക്ഷ്യം വെക്കുമ്പോൾ മുന്നിൽ നിന്നും പോരാടാൻ കമൽഹാസനെ പോലെ തലപ്പൊക്കമുള്ള മറ്റൊരു സിനിമാ താരത്തെ DMKക്ക് മറ്റെവിടെ നിന്നും ലഭിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം.